ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദൻ. ഭാഗം 1656. ഇന്ന് ജൂലൈ മാസം 13-ാം തീയതി, 195-ാമത്തെ ദിവസത്തിലെത്തി. പലരും ഇങ്ങനെ ഒരിക്കലും ചിന്തിക്കാതെ ജീവിക്കുന്നതും കടന്നുപോകുന്നതും എന്താണെന്നറിയാം. ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് സത്യത്തിൽ എന്തിനാണ്? അങ്ങനെയാണ് മിക്കവാറും മനുഷ്യർ കടന്നു പോകുമ്പോഴും അവരുടെ അവസ്ഥ. ഈ ലോകത്തിലേക്ക് വന്നത് എന്തിനാണെന്ന് ഒരിക്കലെങ്കിലും നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ആശ്വാസവും ഉപകാരവുമായി മാറണ്ടേ? യോഹന്നാൻ മാബ്ദാനയുടെ ജനനവുമായി ബന്ധപ്പെട്ട് മാലാഖ അറിയിക്കുന്ന ഒരു കാര്യമാണ്. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നിന്ന് അനേകർ അവന്റെ ജനനത്തിൽ ആഹ്ലാദിക്കുമെന്നാണ്. ഇവനൊക്കെ ജനിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പോലും മനുഷ്യർ മറ്റു മനുഷ്യരെ കുറിച്ച് പറയുന്ന ഒരു കാലത്ത്, എന്റെ ജനനത്തിൽ മാത്രമല്ല തുടർന്നുള്ള ഇപ്പോൾ വരെയുള്ള ജീവിതത്തിൽ എന്തുമാത്രം മറ്റുള്ളവർക്ക് ആഹ്ലാദിക്കാനായിട്ട് കാര്യങ്ങളുണ്ട്. ഒരിക്കൽ ഇങ്ങനെ പശുവും പന്നിയും കൂടെ കണ്ടുമുട്ടി അവരുടെ കുശലം പറച്ചിലിനിടയിൽ പന്നി ഒരു സങ്കടം പറയുകയാണ്. നിന്നെ എന്തുകൊണ്ടാണ് എല്ലാവരും കാര്യമായി പരിഗണിക്കുന്നത്? എല്ലാവർക്കും എന്നോടൊരു വെറുപ്പാണ്. പശുവിന്റെ മറുപടി ഫലിതം നിറഞ്ഞതായിരുന്നു. അത് ഞാൻ ജീവിച്ചിരിക്കുമ്പോഴും പിന്നെ മരിച്ചു കഴിഞ്ഞാലും നൽകിക്കൊണ്ടിരിക്കും. നീ ആവട്ടെ ചത്തു കഴിഞ്ഞാൽ മാത്രമേ നിന്നെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ളൂ. ജീവിച്ചിരിക്കുമ്പോൾ തുടർന്നും എന്തെങ്കിലുമൊക്കെ നൽകേണ്ടേ? അങ്ങനെയല്ലേ നമ്മുടെ ജീവിതം കുറേയും കൂടി സുഗന്ധം നിറഞ്ഞതായി മാറുന്നത്. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് ദൈവത്തിന്റെ അറിയിപ്പ് മാലാഖ തുടർന്നും പറയുന്നുണ്ട്. കർത്താവിന്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും. ദൈവസന്നിധിയിൽ വലിയവനായി തീരുന്നതിനേക്കാൾ മറ്റെന്താണ് ഈ ഭൂമിയിലുള്ളത്? ലോകത്തിന്റെ നോട്ടത്തിൽ ഒരുപക്ഷെ നമ്മൾ ഭോഷന്മാരായി തീർന്നേക്കാം, വലിയ മണ്ടന്മാരും. ദൈവസന്നിധിയിൽ ശ്രേഷ്ഠരായി മാറുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ആരാണ് വലിയവനെന്ന ചിന്ത നമ്മളെ അടക്കി ഭരിക്കുന്നുണ്ട്. ദൈവസന്നിധിയിൽ വലിയവനാകുന്നതിന് പകരം ബാബേൽ ഗോപുരങ്ങൾ നിർമ്മിച്ച് ദൈവത്തെക്കാൾ വലിയവരാകാനായിട്ട് അന്നും ഇന്നും മനുഷ്യർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓർത്തു നോക്കിക്കേ, നമ്മൾ എപ്പോഴാണ് ഇനി ശരിയായ വിധത്തിൽ യേശുവിനെ തിരിച്ചറിയുക? ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് എന്തിനാണെന്നൊന്നറിഞ്ഞ് അതിനനുസരിച്ച് ജീവിച്ച് പിതാവാം ദൈവത്തിന്റെ ഹിതം പൂർത്തീകരിച്ച് കടന്നു പോകും. അങ്ങനെയൊരു വിചാരത്തിലേക്കും വിശ്വാസത്തിലേക്കും ഒരുക്കത്തിലേക്കും എത്തണം. ആമേൻ.